ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷയിലുള്ള പ്രഡിക്ഷൻ, അതായത് ഓരോ ടോപ്പിക്സ് നിന്നും റൈറ്റിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, റീഡിംഗ് ആയിക്കോട്ടെ, പോയം ആയിക്കോട്ടെ, ഏതായിരിക്കും വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള സംഗതിയാണ്. പക്ഷേ മക്കളെ, ഞാൻ നിങ്ങളെ കുറച്ച് ഡിസപ്പോയിൻ്റ് ചെയ്യും. അതായത് ഏത് പോയം എന്നാണ് ക്വസ്റ്റ്യൻ വരിക, ഏത് ചാപ്റ്റർ നിന്നാണ് റൈറ്റപ്പ് വരിക എന്നുള്ള കാര്യം പ്രഡിക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ടും പറ്റില്ല, അത് ആരും കൊണ്ടും പറ്റില്ല. ഇനി അത് പറ്റുകയാണെങ്കിൽ തന്നെ അത് ഭാഗ്യവശാൽ അത് വന്നു എന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. പക്ഷേ ഗുണമുള്ളൊരു കാര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അത് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് സാധനം, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ റീഡിംഗ് പാസേജ് ആയിക്കോട്ടെ 5 മാർക്കിന് വരും. ഫസ്റ്റ് ചോദ്യം തന്നെ അതായിരിക്കും. അത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം, അത് പബ്ലിക്കിൽ മാത്രമല്ല മോഡലിലടക്കം, അതായത് ഈ വർഷത്തെ മോഡൽ, കഴിഞ്ഞ വർഷം പബ്ലിക് മോഡല് ഫൈനല്, പബ്ലിക് ഫൈനല് മോഡൽ, എല്ലാ വർഷങ്ങളും ഏതൊക്കെ ചാപ്റ്റർ നിന്നാണ് ഈ പറഞ്ഞ റീഡിംഗ് പാസേജിൻ്റെ ചോദ്യം വന്നതെന്നുള്ള കാര്യം ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. സാർ, ഈ ടേബിളിൽ കൊടുത്തുകൊണ്ട് എന്താണ് കാര്യം? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്ന് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ക്വസ്റ്റ് ഫെയർ ഓഫ് തിയറി ഓഫ് എവറിത്തിങ്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചാപ്റ്ററിൽ നിന്ന് 2 പ്രാവശ്യവും, നമ്മുടെ സെറാങ്കിൽ നിന്ന് 3 പ്രാവശ്യവും, ഐ വിൽ ഫ്ലൈ നിന്ന് 2 പ്രാവശ്യവും, ഈ രീതിയിലൊക്കെ വന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? സാറിന് പറയാൻ പറ്റുമോ ഞങ്ങളുടെ പേപ്പറിൽ എന്താ ഉണ്ടാകാം? ഐ എം വെരി സോറി, ഐ എം ദ സോറി മക്കളെ. അത് പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. പക്ഷേ എന്ത് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. അതായത് നിങ്ങളോട് ഈ 3 ചാപ്റ്റർ എന്തായാലും നന്നായിട്ട് പഠിച്ചു പോകണമെന്നും ബാക്കിയുള്ള ചാപ്റ്റർ പഠിക്കാതിരിക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും അത് മനസ്സിലാക്കി പറയാനുള്ള കഴിവ് എനിക്കുണ്ട്. എന്തിനാ അങ്ങനെ പറയുന്നത് മക്കളെ? ഏറ്റവും കൂടുതൽ ചാൻസ് ഈ 3 ചാപ്റ്റർ നിന്നാണ്. പ്രോബബിലിസ്റ്റിക്കലി ഒരു 80% ഈ ചാപ്റ്റർ തരാനായിരിക്കും ചാൻസ്. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിരിക്കുക, ആ ചാപ്റ്ററിലെ ഓരോ പാരഗ്രാഫും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇന്നത്തെ വൈകുന്നേരത്തെ ചാപ്റ്ററിൻ്റെ ലൈവിൽ വരുന്ന സമയത്ത് ഈ ചാപ്റ്റേഴ്സ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക, ഒരു ആസ്പെക്റ്റ് ശ്രദ്ധിക്കുക. കാരണം പാസേജ് വരികയാണെങ്കിൽ ഏതെങ്കിലും പാരഗ്രാഫിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനർത്ഥം അല്ലാത്ത കുറേ ചാപ്റ്റർ കിടപ്പില്ല, അതൊന്നും പഠിക്കേണ്ടെന്നാണോ? അല്ല. കാരണം ഇതിൽ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ചാപ്റ്റർ തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ പരീക്ഷയിൽ ചോദ്യം വരാം. കാരണം അവർക്കും അറിയാമല്ലോ ഇതൊക്കെ നിങ്ങൾ പഠിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു ചാപ്റ്ററിന് ചോദിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചാപ്റ്റർ പഠിക്ക്, പക്ഷേ ഈ ചാപ്റ്റർ ഒന്നും കൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. ഈ രീതിയിലാണ് ഈ ഒരു PDF എല്ലാത്തിൻ്റെയും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോയം ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ പോയം ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അത് ഓരോ വർഷം ഇവിടെ നിന്നാണ് വന്നത്. ചില വർഷങ്ങളൊക്കെ 2 പോയം എന്ന് വന്നിട്ടുണ്ട്. പോയമിൻ്റെ കാര്യം പിന്നെ പ്രഡിക്ഷൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല, കാരണം ആകെ കുറച്ച് പോയെ പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാം കൂടി പഠിച്ചു പോയിരിക്കും നല്ലത്. കാരണം പോയത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പോയം പഠിച്ചില്ല, കൃത്യം അത് തന്നെയാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാപ്റ്ററിനെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ വായിച്ചില്ലെങ്കിലും മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ പോയും പഠിക്കുക, കാരണം അത്യാവശ്യം എല്ലാം ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നിനെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ചാപ്റ്റർ ക്വസ്റ്റ്യൻസിൻ്റെ ആണെങ്കിൽ പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ, കാരണം അത് മണ്ടത്തരമാണ് ചെയ്യുന്നത്. ഓക്കെ, കഴിവില്ലാത്ത വേറെ കാര്യം, പക്ഷെ മണ്ടത്തരം കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ പരീക്ഷയിൽ, മോശമില്ലാത്തൊരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വേണേൽ പ്രഡിക്റ്റ് ചെയ്യും അത് വരികയാണ്. പക്ഷേ നിങ്ങളെന്താണ്, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ അലക്സർ ഭയങ്കര സംഭവമാണ്, വന്നില്ല നിങ്ങൾ എന്നെ പുറത്ത് വിളിക്കും. ഏതെങ്കിലും ഒന്ന് അല്ല നടക്കുള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇത് മാത്രം പഠിച്ചു പോയ കുട്ടിക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷേ എന്ത് ഗുണം ഉണ്ടാവും? അതായത് ഈ വർഷം വന്ന ചോദ്യങ്ങൾ, ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഡോക്ടർ കലാം കുട്ടികൾക്ക് കൊടുത്ത അഡ്വൈസ് എന്തായിരുന്നു, അതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ക്വാളിറ്റീസ് എന്തായിരുന്നു ഒരു ചോദ്യം വരാം, നിക്കോളായുടെയും ഇവാനിച്ചിൻ്റെ ലൈഫ്സ് എന്താണ്. അപ്പോൾ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ല, ഇതെങ്കിലും പഠിക്കുക. കഴിഞ്ഞ വർഷം വന്നത് സൈബർ സ്പേസിൻ്റെ യൂസസ് എന്താണ്, ഡോക്ടർ കലാമിൻ്റെ പോയത്തിൻ്റെ മീനിങ് എന്താണ്, അതൊക്കെ വൈകുന്നേരത്തെ ലെവലിൽ പഠിപ്പിച്ചു തരും. മനസ്സിലല്ലേ? ആറ്റിറ്റ്യൂഡ് ഓഫ് മദർ സീകൾ എന്തായിരുന്നു. അപ്പോൾ ചാപ്റ്റർ അറിയെങ്കിൽ നിങ്ങൾക്ക് അന്ന് ആൻസർ ചെയ്യാവുന്നുള്ളൂ. സ്ലീപ്പ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, പവർ ഓഫ് ഹാപ്പിനെസ്, ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ പലരും ചാപ്റ്റർ പഠിച്ചവരായിരിക്കും, അല്ലെ അറ്റ്ലീസ്റ്റ് ഇന്ന് വൈകുന്നേരം ലൈവ് കഴിയുമ്പോൾ ചാപ്റ്റർ പഠിച്ചവരായിരിക്കും, തീർക്കുന്നവരായിരിക്കും. നാളെ കുത്തിയിരുന്ന് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാലെങ്കിലും മതി. ബൈഹാർട്ട് പഠിക്കാൻ പോലും വേണ്ട. ഇങ്ങനെ ചോദ്യം വന്നാൽ ഞാൻ എന്ത് എഴുതി വെക്കും? അയ്യോ, എനിക്ക് എഴുതി വെക്കാൻ അറിയില്ല, അപ്പോൾ ഞാൻ ഒന്നുകൂടി പഠിക്കട്ടെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കട്ടെ, ഇത്രയേ ഉള്ളൂ. ഡെത്ത് ദ ഇക്വലൈസർ, ഡു യു അഗ്രി? എന്തെങ്കിലും എഴുതി വെക്കാനുള്ള കണ്ടന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, പോയി നോക്കുക. ലെഹോർല ഒരു ഇമെയിൽ, അത് ഇമെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലേ, സൈബർ സ്പേസ്, ഡു ആൻഡ് സു. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലല്ലേ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാം.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇതെല്ലാത്തിൻ്റെയും ഞാൻ ഈ PDF കൊടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ PDF കാണാൻ പറ്റും. ക്യാരക്ടർ സ്കെച്ച് ആയിക്കോട്ടെ, ക്യാരക്ടർ സ്കെച്ച് ഇതൊക്കെയാണ് ഏറ്റവും വലിയ. അപ്പം ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, മാഗി ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഹസൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്യാരക്ടറാണ്. പിന്നെയുള്ള മിസ്റ്റർ ഗുപ്തയാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇവരെന്തായാലും പഠിക്കണം. അപ്പോൾ ബാക്കി ഒന്നും ഒരു ക്യാരക്ടറിനെ ഞാൻ പഠിക്കില്ല എന്നാണോ? അല്ല, നോക്കി വെച്ചോ. ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ ലൈവിൽ വരുന്ന സമയത്ത് നിങ്ങളെല്ലാം പഠിപ്പിക്കും. അപ്പം ഒന്ന് നോക്കി വെക്ക്, ഇത് നല്ലോണം നോക്കി വെക്ക്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്, ഓരോ വർഷങ്ങളിൽ വന്ന് എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള മനസ്സിലാക്കി ഇതൊക്കെ ഇതിൽ ഏത് വന്നാലും നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് ആക്ച്വലി മാർക്ക് കിട്ടും. അല്ലാണ്ട് ഓരോന്നിനും ഇതാണ് വരാൻ പോകുന്നത്, ഇതാ വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്നാമത് കഴിവില്ല, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. മാത്രമല്ല അത് ചെയ്തുകൊണ്ട് ഗുണമൊന്നും നിങ്ങൾക്കില്ല. മനസ്സിലല്ലേ? അപ്പോൾ ആ രീതിയിൽ വേണം, 10ാം ക്ലാസ്സിലല്ല നിങ്ങൾ +1 ആ രീതിയിൽ വേണം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ 3 ദിവസം ഇഷ്ടംപോലെ സമയമില്ലേ, കുത്തിയിരുന്ന് പ്രിപ്പയർ ചെയ്യും. ലൈവ് ക്ലാസ്സിൽ ഫുള്ള് പഠിപ്പിക്കുകയും ചെയ്യുന്നില്ലേ, വന്നിരുന്ന് കേക്ക്. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്തായാലും നിങ്ങളുടെ മാർക്ക് 95% മുകളിലായിരിക്കും. അതിലൊരു സംശയമില്ല. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവരെല്ലാവരും അറിയേണ്ട കാര്യങ്ങളുള്ള കണ്ടൻറ്റുള്ളൊരു വീഡിയോ ആണത്. കണ്ടൻറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കും. അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ. ഇംഗ്ലീഷ് നമ്മൾ തകർക്കും. വൈകുന്നേരത്തെ ഇന്നും നാളെയും മറ്റന്നാൾ, ഇന്ന് ചാപ്റ്റേഴ്സിൻ്റെ, നാളെ പോയതിൻ്റെ, മറ്റന്നാൾ റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ 3 ലൈവിലും വരണം. കാരണം അതൊക്കെ പഠിക്കാൻ പോകുന്നതിന് ആൻസറൊക്കെ പഠിക്കാൻ പോകുന്നത് ഈ ലൈവിലായിരിക്കും. ഓക്കെ, ആ ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.